എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറുന്ന നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. രക്ഷാശാസ്ത്രം, മനുഷ്യൻ്റെ രക്ഷ ദൈവം എങ്ങനെയാണ് സാധ്യമാക്കിയിരിക്കുന്നത്, മനുഷ്യനെങ്ങനെയാണ് രക്ഷപ്പെടുവാൻ കഴിയുന്നത് എന്നതിനെ സംബന്ധിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചത്. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പായി പറയുവാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പായി പറയുവാൻ സാധിക്കുമോ? അതിനെ രക്ഷയുടെ ഉറപ്പ് അല്ലെങ്കിൽ അഷ്വറൻസ് ഓഫ് സാൽവേഷൻ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ലോകത്തുള്ള മതങ്ങൾ പരിശോധിച്ചാൽ, തത്വചിന്തകൾ പരിശോധിച്ചാൽ, മനുഷ്യർക്ക് എന്ത് ഭവിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണ തരിക എന്നത് അവരെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. എന്നാൽ മതങ്ങളൊന്നും തന്നെ മനുഷ്യരുടെ ഭാവിയെ സംബന്ധിച്ച് ഉറപ്പായിട്ട് ഒരു വാഗ്ദത്തം, ഉറപ്പായി നിങ്ങൾക്കിങ്ങനെ സംഭവിക്കും എന്ന് പറയാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുകയില്ല. മനുഷ്യരെല്ലാവരും അവരുടെ മോക്ഷം എന്ന ആശയത്തിൽ അധ്വാനിക്കുന്നവരാണ്. എന്നാൽ മോക്ഷം ലഭിച്ചു എന്ന് മരിക്കുന്നതിന് മുന്നമേ പറയാനായിട്ട് സാധിക്കുകയില്ല. അത് മതങ്ങളെല്ലാം ആ ആശയത്തിൽ ഏതാണ്ട് സമാന ചിന്തയുള്ള ആളുകളാണ്. അവരാരും നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കുന്നു, നിങ്ങൾക്ക് ഭയപ്പെടുവാൻ കാര്യമില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ മോക്ഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് മതങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. ക്രിസ്തീയ മതവും അതിന് ഒരു അപവാദമല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമല്ല. നമ്മൾ ബൈബിള് പുതിയ നിയമം വിശേഷാൽ വായിക്കുമ്പോൾ ബൈബിളിൽ വളരെ വ്യക്തമായ നിലയിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന, അതുപോലെ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന, നിങ്ങൾ ദൈവമക്കളാണ് എന്ന് പറയുന്ന പ്രസ്താവന, അങ്ങനെയുള്ള പ്രസ്താവനകൾ വളരെ വ്യക്തമായ നിലയിൽ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്ന നിലയിലാണ് ബൈബിൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ക്രിസ്തീയ വിഭാഗങ്ങളിൽ തന്നെയുള്ള ആളുകൾ നൽകുന്ന പൊതുവായ ഒരു മറുപടി, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് അല്ല, ക്രിസ്തീയ സമുദായം നൽകുന്ന ഒരു പൊതുവായ മറുപടി, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് സ്വർഗം ഉറപ്പാണ്, ഞാൻ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു, എനിക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു അന്യായമാണ്, അല്ലെങ്കിൽ അത് ഒരു സാഹസമാണ്, അതൊരു അഹങ്കാരമാണ് എന്നാണ് ക്രിസ്തീയ മതത്തിലുള്ള ആളുകൾ തന്നെ പറയുന്നത്. റോമൻ കത്തോലിക്ക മതം യഥാർത്ഥത്തിൽ ട്രെൻഡ് സുനഹദോസ് എന്ന് പറയുന്ന 1500കളിൽ നടന്ന ഒരു സുനഹദോസുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശ്യം ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി റെഫർമേഷൻ, നവീകരണം എന്ന ആശയം അനേകം ആളുകളെ ആകർഷിക്കുകയും ഒരുപാട് ആളുകൾ കത്തോലിക്ക മതം വിട്ടുപോവുകയും ചെയ്തപ്പോൾ ഒരു കൗണ്ടർ റിഫർമേഷൻ അതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സുന്നഹദോസാണ് ട്രെൻഡ് സുന്നഹദോസ് എന്ന് പറയുന്നത്. അപ്പോൾ നവീകരണ വിശ്വാസികളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ നിത്യത നിങ്ങൾക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്ന കാര്യം ഉറപ്പാക്കാനായിട്ട് കഴിയും എന്ന് അവർ വാദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ട്രെൻഡ് സുനഹദോസിൽ പറഞ്ഞത്, ഒരു വ്യക്തി എൻ്റെ പാപങ്ങൾ മോചിച്ചു കിട്ടിയിരിക്കുന്നു, ഞാൻ സ്വർഗത്തിന് അവകാശിയാകും എന്ന് പറയുന്നത് അന്യായമാണ് എന്ന് മാത്രമല്ല അപകടകരമാണ്, അത് അഹന്തയാണ് എന്ന ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആശയമാണ് നമുക്ക് ട്രെൻഡ് സുന്നഹദോസിൽ നിന്ന് ലഭിക്കുന്നത്. കത്തോലിക്ക വിശ്വാസികൾ ആരും തന്നെ
എനിക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എന്ന ഉറപ്പോടെ മരിക്കുന്നില്ല. അങ്ങനെ ഉറപ്പായിട്ട് അവർക്ക് പറയാൻ സാധിക്കുമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോൾ ആറാമൻ മാർപ്പാപ്പ അമേരിക്ക സന്ദർശിച്ച അവസരത്തിൽ ഒരു പത്രപ്രതിനിധി അദ്ദേഹത്തോട് ചോദിച്ചു, മാർപ്പാപ്പ അങ്ങ് സ്വർഗത്തിൽ പോകുമോ, അങ്ങനെയുള്ളൊരു ഉറപ്പ് താങ്കൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ മറുപടി, എനിക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 100 കോടിയിലധികം കത്തോലിക്കർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എനിക്ക് സ്വർഗം ലഭിക്കുമായിരിക്കും എന്ന ഒരു ഉറപ്പ് എന്ന് പറയാനൊക്കത്തില്ല, അങ്ങനെ ഒരു ചിന്തയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം കത്തോലിക്ക മതത്തിലെ ഏറ്റവും മുഖ്യനായിരിക്കുന്ന മാർപ്പാപ്പായ്ക്ക് പോലും തൻ്റെ നിത്യതയെ സംബന്ധിച്ച് ഉറപ്പില്ല എന്നാണ് ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉറപ്പ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ നൽകുന്നുണ്ട്. അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ബൈബിളിൻ്റെ നിസ്തുല്യമായ ഒരു പ്രത്യേകതയാണ്. ലോകത്തിലുള്ള മതങ്ങൾക്ക് ഒരു സംവിധാനത്തിനും മനുഷ്യൻ്റെ ഭാവിയെ ഉറപ്പാക്കുവാൻ നിങ്ങൾക്ക് നിശ്ചയമായും നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്ന് ഉറപ്പായി പറയുവാൻ ലോകത്തിലുള്ള ഒരു മതത്തിനും സാധിക്കില്ല. അവർ എത്ര മതവിശ്വാസികളായിരുന്നാലും മതം നിർദ്ദേശിക്കുന്ന എല്ലാ കർമ്മങ്ങളും വിശ്വസ്തയോടെ അനുഷ്ഠിച്ചാലും അവരെ സംബന്ധിച്ച് അവസാനം പറയുന്നത് എന്താണ്? അവരെ സംബന്ധിച്ച് ചില മതക്കാർ പറയും, അന്ത്യന്യായവിധി ദിവസത്തിൽ ദൈവം അതിനെക്കുറിച്ച് വിധിക്കുമ്പോൾ നിൻ്റെ ഭാവി എന്താകുമെന്ന് അവിടെ നിർണ്ണയിക്കപ്പെടും, അല്ലാതെ അതിന് മുമ്പൊന്നും പറയാൻ പറ്റുകയില്ല എന്ന് പറയും. മറ്റു ചില ആളുകൾ പറയും, മനുഷ്യന് അങ്ങനെ ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റുകയില്ല, അതുകൊണ്ട് മിക്കവാറുമുള്ള ആളുകൾ എല്ലാവരും ശുദ്ധീകരണ സ്ഥലമെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയി അവസാനം ശുദ്ധീകരിക്കപ്പെട്ട് അവസാനം സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന നിലയിലാണ് മറ്റ് ചില ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. വളരെ പ്രസിദ്ധമായിരിക്കുന്ന കാര്യമാണല്ലോ കർത്താവ് ക്രൂശിലെ കള്ളനോട് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന. കർത്താവിൻ്റെ പ്രസ്താവനയിൽ യാതൊരു അവ്യക്തതയുമില്ല. അതായത് നിനക്ക് സ്വർഗത്തിൽ പോകാൻ അല്ലെങ്കിൽ പരദീസയിൽ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, നിനക്ക് അതിനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്ന നിലയിലല്ല കർത്താവ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. നീ ഇന്ന് എന്നോട് കൂടെ പരദീസയിലിരിക്കും എന്നത് 100% ഉറപ്പായ വാഗ്ദാനമാണ്. അതിനെ സംബന്ധിച്ച് യാതൊരു സംശയത്തിനും അവകാശമില്ല. അപ്പോൾ ചില ആളുകൾ പറയുമായിരിക്കും, കള്ളന് അങ്ങനെ ഒരു ഗുണം ലഭിച്ചതിൻ്റെ കാരണം ചാകാൻ നേരമാണ് അവൻ ഗുണപ്പെട്ടത്, അതിന് മുന്നമേ ഗുണപ്പെട്ടായിരുന്നെങ്കിൽ അവൻ്റെ കാര്യം പോക്കായിരുന്നു. പക്ഷേ ചാകാൻ നേരത്ത് ഗുണപ്പെട്ടതുകൊണ്ട് അവന് ഭാഗ്യം, അതുകൊണ്ടാണ് അവൻ നേരെ അങ്ങോട്ട് പോയത് എന്ന് പറയും. എന്നാൽ ചാകാൻ നേരത്ത് ഗുണപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല കേട്ടോ ആ ഭാഗ്യം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് തങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ നീങ്ങിപ്പോയി അവർക്ക് ദൈവമക്കളായി തീരുവാനായിട്ട് കഴിയുന്നു, നിത്യമായിരിക്കുന്ന ജീവൻ അവർക്ക് ലഭിച്ചിരിക്കുന്നു, അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്ന കാര്യം അവരെ സംബന്ധിച്ച് വ്യക്തമായ വാഗ്ദാനം ആണ്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വ്യക്തമായി സംസാരിച്ചിട്ടുള്ളത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നെ അനുഗമിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ ആടുകൾ എന്നാണ് അവരെ വിളിക്കുന്നത്. അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസം വഴി നിത്യമായി ജീവൻ ലഭിച്ചിരിക്കുന്നു, അവർ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്ന ഉറപ്പാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഞാൻ അവരെ ഒരു നാളും തള്ളിക്കളയുകയില്ല, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു പറിക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല, അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും ആരും അവരെ പിടിച്ചു പറിക്കുകയില്ല, കാരണം എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ് എന്ന കാര്യവും കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ ആടുകൾ, കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ അനുഗമിക്കുന്ന ആളുകൾക്ക് നിത്യജീവൻ ഉണ്ട്, അവർ നശിച്ചു പോകുകയില്ല എന്ന ഉറപ്പായ വാഗ്ദാനമാണ്
നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വേറൊരു വാക്യം നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് 5:24, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഒരു പാലം കടക്കുന്ന ഒരു ഉദാഹരണമാണ് കർത്താവ് ഇവിടെ ഉപയോഗിച്ചത്. ഒരു വശത്ത് മരണം എന്ന് പറയുന്ന ആ സ്ഥലം, മറുവശത്ത് ജീവൻ എന്ന് പറയുന്ന സ്ഥലം. അത് കടക്കുന്ന ഒരു നിമിഷമുണ്ട്. അതിനെയാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വസിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ട് മനസ്സ് വയ്ക്കുമ്പോൾ ആ പാലത്തിലൂടെ കടന്ന് മരണം എന്ന ആ യാഥാർത്ഥ്യത്തെ നിത്യമായി വിട്ട് ജീവൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അതിന് യാതൊരു വിധമായിരിക്കുന്ന സംശയമില്ല. മരണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വേർപാടാണ്. ജീവൻ എന്ന് പറയുന്നത് ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. എൻ്റെ മരണം, ദൈവത്തോടുള്ള വേർപാട് എനിക്ക് നിത്യമായി അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പായി ഒരു വ്യക്തിക്ക് പറയാനായിട്ട് സാധിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഇംഗ്ലീഷിലും അതുപോലെ ഗ്രീക്കിലും അത് കുറച്ചുകൂടെ ശക്തമാണ്, വിൽ നോട്ട് പെരിഷ്, അവർ ഒരിക്കലും നശിക്കുകയില്ല, നശിച്ചു പോകാതെ നിത്യജീവൻ, ദേ വിൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് ഇറ്റേണൽ ലൈഫ്, നിത്യമായിരിക്കുന്ന ജീവൻ അവർക്ക് ലഭിക്കും. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി പിതാവ് നൽകിയ ആ വലിയ രക്ഷാക്രമീകരണത്തിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുപോലെ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ലാസറിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് കർത്താവ് വരുന്നത്. 4 ദിവസം കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ നിശ്ചയമായിട്ട് മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, നിശ്ചയമായിട്ട് ലാസർ ഉയർത്തെഴുന്നേൽക്കും, അന്ത്യ ന്യായവിധി ദിവസത്തിൽ ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനത്തിൽ ലാസർ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് പറഞ്ഞത്, മരണം എന്നത് കർത്താവ് ദൈവത്തിൽ നിന്ന് വേർപാടിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ജീവിച്ചിരുന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിലുള്ള വേർപാട്, മരണം എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളോട് പറയുകയാണ്. എത്ര ഉറപ്പായ ഒരു കാര്യമാണ്. അപ്പോൾ നിത്യജീവൻ എന്ന യാഥാർത്ഥ്യം, ദൈവത്തോട് കൂടെയുള്ള ജീവിതം, അതിനെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈർഘ്യത്തിൽ മാത്രമല്ല കേട്ടോ. നിത്യജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ദൈർഘ്യത്തിലല്ല, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ മൂല്യത്തിലാണ് നിത്യജീവൻ. നരകത്തിലുള്ള മനുഷ്യന് നിത്യജീവനാകട്ടോ. അതിൻ്റെ ദൈർഘ്യം പറയുകയാണ് എങ്കിൽ അവർക്ക് നിത്യജീവൻ അല്ലേ, ഒരിക്കലും ഒരു നശിക്കയിലും തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ അതിനെ ജീവനെന്നല്ല പറയുന്നത്, അതിനെ മരണം എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ മൂല്യം, അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ജീവനല്ല. ദൈവത്തെ വിട്ട് ഉള്ള മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നതാണ് നരകം. ദൈവത്തെ വിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതം ലോകത്തിൽ വെച്ച് നരകമാണ്. മരണശേഷവും അവൻ ഈ അക്ഷരാർത്ഥത്തിലുള്ള നരകത്തിൽ നിത്യമായിട്ട് ജീവിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ ജീവൻ എന്ന് പറയാൻ സാധിക്കുകയില്ല, അതിനെ മരണം എന്ന് മാത്രമേ വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ട്.
അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവർക്ക് നിത്യമായ ജീവനുണ്ട്, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ജീവിതം. വിശ്വാസത്തിൻ്റെ സമയത്ത് ഈ ജീവിതം ആരംഭിക്കുകയും നിത്യത മുഴുവനും ദൈവത്തോടു കൂടെയുള്ള ഈ ജീവിതം നിലനിൽക്കുകയും ചെയ്യുന്നു. അതിനെയാണ് നിത്യജീവൻ എന്ന് ബൈബിള് വിളിക്കുന്നത്. അപ്പോൾ ആ ജീവൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കുവാനായിട്ട് കഴിയും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിത്യജീവൻ ഉള്ള ആ വാക്ക് പുതിയ നിയമത്തിൽ, വിശേഷാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശോധിച്ച് നോക്കിയാൽ, നിത്യജീവൻ ഒരു വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ലഭിക്കുന്നതും ലഭിച്ചു എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയുവാൻ കഴിയുന്നതും അത് നിത്യത മുഴുവനും നിലനിൽക്കുന്നതുമായ ജീവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വേറെ ഒരു വാക്ക്, നിത്യജീവൻ എന്നുള്ള വാക്കാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. രണ്ടാമത് ഉപയോഗിക്കുന്നൊരു വാക്ക് വീണ്ടും ജനനം എന്ന് പറയുന്ന വാക്കാണ്. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുന്നമേ പറഞ്ഞതാണ്. വീണ്ടും ജനനം. വീണ്ടും ജനനം എന്നുള്ള ആ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, ജനനം എന്ന് പറയുന്നത് ഒരു ആരംഭമാണ്. ജനനം എന്ന് പറയുന്നത് സംഭവമാണ്. ജനിച്ചോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് സംശയത്തിന് ആവശ്യമില്ല. നിങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ജനിച്ചതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? എനിക്കങ്ങനൊരു സംശയമുണ്ട്, ജനിച്ചതാകാനാ സാധ്യത എന്നൊന്നും പറയില്ല. ജനിച്ചതിനെ സംബന്ധിച്ച് ആർക്കും സംശയമില്ല. ജനിച്ചത് വളരെ വ്യക്തമായ കാര്യമാണ്. ജനനം ഒരു യാഥാർത്ഥ്യമാണ്. ജനനം ഒരു സംഭവമാണ്. ജനനം എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന, ഉറപ്പായി പറയുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ഒരു വ്യക്തിക്ക് വീണ്ടും ജനനം സംഭവിക്കും എന്ന് തിരുവചനം അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുന്ന, ഒരിക്കൽ ലഭിച്ചു എന്ന് ഉറപ്പ് ആക്കുവാൻ സാധിക്കുന്ന, ജീവൻ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ക്രമീകരണമാണ് അത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് തിരിച്ചറിയാൻ പറ്റും. ജനനം എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ തന്നെ വീണ്ടും ജനനവും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സംഭവമാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് ജനിച്ചാൽ ആ ജനനത്തിൻ്റെ ഫലമായുള്ള ജീവൻ നമുക്ക് ലഭിക്കും. ആ ജീവൻ ബൈബിൾ വിളിക്കുന്നത് നിത്യജീവൻ എന്നാണ്. ആ ജീവൻ നിത്യമായിട്ട് നിലനിൽക്കുന്ന കാര്യമാണ്. വേറെ ഒരു വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വാക്കാണ്. രക്ഷിക്കപ്പെടുക യഥാർത്ഥത്തിൽ ആ വാക്കാണ് നമ്മൾ ഏറ്റവും പ്രമുഖമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രക്ഷാശാസ്ത്രം എന്നൊക്കെ നമ്മളതിനെ വിളിക്കുകയും ആ നിലയിൽ ഈ വിഷയത്തെ പഠിക്കുകയും ചെയ്യുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വാക്ക് കർത്താവ് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായൊരു പ്രസ്താവന നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആ പ്രസ്താവന പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രസ്താവനയാണ്. രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആപത്തിൽ നിന്ന് രക്ഷപ്പെടുക, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെയുള്ള നിലയിൽ അതിനെക്കുറിച്ച് പറയാം. എന്നാൽ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന രക്ഷ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്. പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ദൈവം ചെയ്ത കാര്യമാണ്. വിശ്വാസത്താൽ നമുക്കത് ലഭിക്കുന്നു. അത് ഒരിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിലർക്ക് ചില ആശയ പ്രശ്നങ്ങളുണ്ട്. അപ്പം 3 നിലയിൽ അതിനെക്കുറിച്ച് പറയണം. ഒന്നാമത് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നാണ്. നിങ്ങൾ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ പഠിച്ചാൽ, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളത് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തതാണല്ലോ. അവിടെ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷയായിട്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന
നമുക്ക് ദൈവം നൽകിയ വിടുതലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ ലഭിക്കുന്ന രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഉള്ള രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം രക്ഷിക്കപ്പെട്ട വിശ്വാസികളെക്കുറിച്ച് അവർ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാനൊക്കത്തില്ല. കാര്യം രക്ഷിക്കപ്പെട്ട ആളുകളുടെ ജീവിതത്തിലും പാപമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പാപത്തിന് ശിക്ഷയിൽ നിന്ന് ഉള്ളതായിരിക്കുന്ന രക്ഷയാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയായ മരണമാണ് നമുക്ക് പകരമായി ഏറ്റെടുത്ത് മരിച്ചത്. അതുള്ള വിശ്വാസത്താൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്, അതിൽ നിന്നുള്ള വിമോചനമാണ്, അതിൽ നിന്നുള്ള രക്ഷയാണ് ദൈവം നമുക്ക് ഉറപ്പായിട്ട് നൽകുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, പൂർത്തീകരിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. പിന്നീട് പാപത്തിൻ്റെ ശക്തി, പാപം, അതിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതൽ അത് ഈ ലോക ജീവിതത്തിൽ വെച്ച് നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നില്ല. എന്നാൽ നിരന്തരമായി പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും അതിൻ്റെ പ്രവൃത്തികളിൽ നിന്നും ശക്തിയിൽ നിന്നും ചിന്തകളിൽ നിന്നും ഒക്കെ നമുക്ക് വിടുതൽ വേണം. പിന്നെ ആത്യന്തികമായിട്ട് പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് സമ്പൂർണ്ണമായി നാം രക്ഷിക്കപ്പെടും എന്ന ആശയം. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നുമാണ്. രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണ്. പാപത്തിൽ നിന്ന് സമ്പൂർണ്ണമായി നമ്മൾ രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ വിടുവിക്കപ്പെടുക എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രസ്താവന അത് പൂർത്തീകരിക്കപ്പെട്ട, നിവർത്തിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പായി പറയാൻ സാധിക്കും എന്നാണ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വാക്ക്, അപ്പം ഞാൻ നിത്യജീവൻ എന്നുള്ളതായിരിക്കുന്ന വാക്കിനെക്കുറിച്ച് പറഞ്ഞു, വീണ്ടും ജനനം എന്നുള്ളതായിരിക്കുന്ന വാക്കിനെക്കുറിച്ച് പറഞ്ഞു, രക്ഷിക്കപ്പെടുക എന്നുള്ളതായിരിക്കുന്ന വാക്കിനെക്കുറിച്ച് പറഞ്ഞു. നീതീകരണം എന്നുള്ളതായിരിക്കുന്ന ആശയം, നീതീകരണം എന്ന് പറയുന്ന ആശയം അത് നമ്മൾ ചിന്തിച്ച കാര്യമാണ്. നീതീകരണം എന്ന് പറയുന്നത് പാപിയായ ഒരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്ത് അവനെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്ന ദൈവിക പ്രഖ്യാപനത്തെയാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പം നീതീകരിക്കപ്പെടാത്ത കാലം, നീതീകരിക്കപ്പെടുന്ന ആ പ്രത്യേക സംഭവം, ആ സമയം, നീതീകരിക്കപ്പെട്ടതിന് ശേഷം ആ വ്യക്തി നീതീകരിക്കപ്പെട്ടയാളാണ്, നീതിമാനായിട്ട് ഉള്ള സ്ഥാനം ലഭിച്ചയാളാണ്. നീതിമാൻ എന്നുള്ള ആ പ്രഖ്യാപനം ദൈവം നടത്തിയ, ദൈവം അങ്ങനെയുള്ള സ്ഥാനം നൽകിയ വ്യക്തിയാണത്. അപ്പം അതുകൊണ്ട് നീതീകരണം സംഭവിച്ചു എങ്കിൽ നീതീകരണം ലഭിച്ചു എന്ന കാര്യം നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണ്. പ്രവൃത്തികളാലല്ല, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിശ്വസിക്കുന്ന ഏവരെയും ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരെ നീതിമാന്മാരായിട്ട് പരിഗണിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, ആ സ്ഥാനം അവർക്ക് കൊടുക്കുന്നു എന്നതാണ് നീതീകരണം എന്ന് പറയുന്ന ആശയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഉള്ള ഒരു വാക്കെന്ന് പറയുന്നത് ദത്തെടുക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശേഷാൽ റോമാലേഖനത്തിലും അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലും വിശ്വാസികളെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവമക്കളായിട്ട് ദൈവം ദത്തെടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ദത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം, ദത്തെടുക്കുന്നതിന് മുന്നമേ മക്കളല്ല, ദത്തെടുത്ത് കഴിഞ്ഞാൽ മക്കളാണ്. അതൊരു സംഭവമാണ്, അതൊരു ട്രാൻസാക്ഷനാണ്, അതൊരു ഒരു 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 പ്രത്യേക ഇടപാടാണ്. അപ്പോൾ ആ സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നീട് മക്കളാണ്. ഞങ്ങളുടെ പരിചയമുള്ള ചില ആളുകൾ മക്കളെ ദത്തെടുത്തത് ഞങ്ങൾക്കറിയാം. അപ്പോൾ അവർ ഒരു ഡോക്യുമെൻറ്റിൽ അവർ സൈൻ ചെയ്യണം. ഇന്നു മുതൽ ഈ വ്യക്തി എൻ്റെ മകനാണ്, ഞങ്ങളുടെ ഭർത്താവും ഭാര്യയും കൂടെ ഒരുമിച്ച് ചേർന്നാണ്, എൻ്റെ മകനാണ്, ഞങ്ങളുടെ മകനാണ്, ഞങ്ങളുടെ മകളാണ് എന്ന് അവർ ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര്, അപ്പൻ്റെ പേര് ദത്തെടുത്തയാളുടെ പിതാവിൻ്റെ പേരും അമ്മയുടെ പേര് ദത്തെടുത്ത ആ സ്ത്രീയുടെ പേരുമാണ്. അങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അന്നു മുതൽ
അവരുടെ മക്കളാണ്. അവരുടെ മക്കൾക്കുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ദത്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിൾ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മളെ മക്കളായിട്ട് ദത്തെടുത്തിരിക്കുന്നു എന്നാണ്. ദത്തെടുക്കുന്ന പറയുന്നൊരു സംഭവമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് മക്കളാണ്. അതിന് മുന്നമേ അവർ മക്കളല്ല, അതിന് ശേഷം അവർ മക്കളാണ്. മക്കൾക്കുള്ളതായിരിക്കുന്ന എല്ലാ അവകാശവും അവർക്കുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം ആ വാക്കിലൂടെ, ദത്തെടുക്കുക എന്ന് പറയുന്ന വാക്കിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് ഇതാണ്. പുതിയ നിയമം, കർത്താവായ യേശു ക്രിസ്തു, അപ്പസ്തലന്മാർ നമുക്ക് നൽകുന്ന ഉറപ്പ്, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നാം ദൈവമക്കളാണ് എന്ന് നമുക്ക് ഉറപ്പായി പറയുവാൻ കഴിയും എന്ന കാര്യമാണ്. ദൈവമക്കളാണ് എന്ന കാര്യം നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആ പ്രത്യേക അനുഭവത്തിലേക്ക്, പ്രത്യേക യാഥാർത്ഥ്യത്തിലേക്കാണ് ഒരാൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ കടന്നു വരുന്നത്. നാം രക്ഷിക്കപ്പെടും, നമ്മളെ ശിക്ഷ നീങ്ങിപ്പോകും, നമ്മളെ മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ഇനി അതിൽ അകപ്പെടുകയില്ല എന്ന ഉറപ്പാണ് ദൈവത്തിൻ്റെ വചനം നൽകുന്നത്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഉറപ്പാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന ചില മനുഷ്യരെ, ഒരു വിശേഷാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന പാപിനിയായ സ്ത്രീ. അപ്പോൾ അവളോട് കർത്താവ് പറഞ്ഞത്, മകളെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനത്തോടെ പോകാം, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പാപമോചനം, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതൽ ദൈവം ദാനമായിട്ട് നൽകുകയും അത് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് ജീവിക്കുവാനും പിന്നെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ മരിക്കുവാനും കഴിയും എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അതുകൊണ്ട് അങ്ങനെ ഉറപ്പാക്കുവാൻ കഴിയും എന്ന കാര്യമാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. നമ്മളത് ഉറപ്പാക്കേണ്ടതാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട പല ആളുകളും തന്നെ രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ള ഉറപ്പ് അവർക്ക് ഇല്ല. രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ഉറപ്പില്ല. രക്ഷിക്കപ്പെടാത്ത ചില ആളുകൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് തെറ്റായിട്ട് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രശ്നവും രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതാണ് എന്നറിയാനായിട്ട് സാധിക്കുന്നത്? ഹൗ ക്യാൻ ബി ഷുവർ ദാറ്റ് വി ആർ സേവ്ഡ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും അനുഗ്രഹീതമായ അറിവ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അപ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എന്ന കാര്യം നമ്മൾ അറിയേണ്ട കാര്യമാണ്, അതിൽ സന്തോഷിക്കേണ്ട കാര്യമാണ്. ആ നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ കടപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ അറിവ് അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയാൻ പറ്റുക? അതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ആ ഉറപ്പ് ലഭിക്കുന്നത്? ഉറപ്പ് ലഭിക്കും എന്ന കാര്യമാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ എങ്ങനെയാണ് നമുക്ക് ആ ഉറപ്പ് ലഭിക്കുന്നത്? അതിന് 3 ഉറപ്പുകൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 3 കാരണങ്ങൾ അല്ലെങ്കിൽ 3 മുഖാന്തരങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം, അതിൻ്റെ ഒന്നാമത്തെ ഉറപ്പ് എന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ദ പ്രോമിസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയാനുള്ള ഏറ്റവും മുഖ്യമായിരിക്കുന്ന കാര്യം. ഫിലിപ്പിയിലെ ജയിലർ
അപ്പോസ്തലനായ പൗലോസിനോടും ശീലാസിനോടും ചോദിച്ചു, യജമാനന്മാരെ രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഉടനെ പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇന്നത് ചെയ്താൽ നിനക്കത് കിട്ടുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ജയിലർ ഇത് കിട്ടിയെന്നുള്ള കാര്യം അറിയുന്നത് എങ്ങനെയാണ്? എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്തു, അതുകൊണ്ട് എനിക്കത് കിട്ടി എന്നാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന വാഗ്ദാനം നാം സ്വീകരിക്കുന്നുവെങ്കിൽ, ദൈവം പറയുന്നതായിരിക്കുന്ന നിബന്ധനകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നാം അനുസരിക്കുന്നുവെങ്കിൽ, അത് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. വിശ്വാസമെന്ന് പറയുന്നത് അതാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അതിന് മുഖവിലയിലെടുക്കുന്നതാണ് വിശ്വാസം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനായിട്ടാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് 1 തിമോഥെയോസിൽ പറയുന്ന 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യം, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ പാപികളെ രക്ഷിക്കാനായിട്ടാണ് വന്നത്. പാപികളെ രക്ഷിക്കാണ്ട് കർത്താവ് എന്താ ചെയ്തത്? പാപികളെ രക്ഷിക്കാണ്ട് കർത്താവായ യേശുക്രിസ്തു ചെയ്തത് പാപത്തിൻ്റെ ശിക്ഷയായ മരണം അവർക്ക് പകരമായി യേശുക്രിസ്തു ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പാപത്തിന് ശിക്ഷയ്ക്ക് നിത്യമായ പരിഹാരം വരുത്തി യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവിടെ നിന്ന് ഉയർപ്പിച്ചതുകൊണ്ട് ദൈവം ആ യാഗത്തെ നമ്മുടെ പാപപരിഹാരമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് സ്വർഗം പ്രഖ്യാപിച്ചു. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു വരുത്തിയ പാപപരിഹാരം വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും എന്ന് കർത്താവിനോട് പറഞ്ഞു. യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. ബൈബിൾ അങ്ങനെ പറയുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. ഞാനത് വിശ്വസിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവമൊരുക്കിയ രക്ഷ വിശ്വാസം മുഖാന്തരം ഞാൻ സ്വീകരിച്ചു. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ സുവിശേഷത്തിൻ്റെ അറിവ്, സുവിശേഷം സത്യമാണ് എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ്, ആ സുവിശേഷം എൻ്റെ രക്ഷയ്ക്ക് മതിയാകും എന്നുള്ള ആ ഉറപ്പിൽ സുവിശേഷത്തിൽ ആശ്രയിക്കുന്ന ആ തീരുമാനം, ഇതാണ് വിശ്വാസമെന്ന് പറയുന്നത്. ഞാൻ സുവിശേഷം വിശ്വസിച്ചയാളാണ് എങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ആ ഉറപ്പ് എനിക്ക് തരുന്നു. ഹൗ ഡു യു നോ? നിങ്ങൾ എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ബൈബിൾ എങ്ങനെയാണ് പറയുന്നത്. വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച ആളാണ്, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്. ദൈവവചനത്തിൻ്റെ വാഗ്ദാനത്തെ ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ ശരിക്കായിട്ടാണോ വിശ്വസിച്ചത് എന്നൊക്കെയുള്ള സംശയമൊക്കെ തോന്നും കേട്ടോ. അതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയാണ്, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ സുവിശേഷത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. അങ്ങനെ വിശ്വസിച്ചു എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും നിങ്ങൾക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം 100% പുലർത്തുന്ന വ്യക്തി തന്നെയാണ്. ദൈവം ഒരിക്കലും തൻ്റെ വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് അനുദപിക്കുകയില്ല. രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ 100% രക്ഷിക്കപ്പെടും. കർത്താവിനോട് പറഞ്ഞു വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ് എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇത് ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായിരിക്കുന്ന തെളിവാണ്. എനിക്കെന്ത് തോന്നുന്നു, എനിക്ക് ഏത് നിലയിലാണ് അതിനെക്കുറിച്ചുള്ള എൻ്റെ ആശയം എന്നൊന്നും പ്രശ്നമല്ല. എനിക്ക് രക്ഷിക്കപ്പെട്ടതായിട്ടൊരു തോന്നലില്ല എന്ന് പറഞ്ഞാൽ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അടിസ്ഥാനപ്പെട്ട ഉറപ്പാണ് ദൈവം നമുക്ക് തരുന്നത്. വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം എന്നോട് പറയുന്നു.
വിശ്വസിച്ചാൽ വീണ്ടും ജന്മം പ്രാപിക്കും എന്ന് ദൈവനോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ദൈവമക്കളായി തീരുവാൻ കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം എന്നോട് പറയുന്നു. ഞാനത് വിശ്വസിച്ചു. ആ നിലയിൽ പാപമോചനം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട, വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവ പൈതലാണ്, ദൈവമകനാണ്, ദൈവമകളാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഉറപ്പ് ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന ഉറപ്പാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. രണ്ടാമത് ഇതിൻ്റെ ഉറപ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ആന്തരികമായ ഒരു ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ബുദ്ധിതലത്തിലുള്ളതായിരിക്കുന്നൊരു ഉറപ്പ് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം നാം വിശ്വാസികളാണ് എന്നതിന് തരുന്നത്. ആന്തരികമായ, നമുക്ക് സബ്ജക്റ്റീവായ, നമ്മളുടെ ഹൃദയത്തിൽ വൈകാരികമായി യാഥാർത്ഥ്യമായി അറിയാൻ കഴിയുന്ന നിലയിലുള്ള ഒരു അറിവ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നുണ്ട്. അത് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യമാണ്. 8:16 ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ദൈവമക്കളാകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു എന്നാണ്. അപ്പോൾ ആ വാക്യം എങ്ങനെ പരിഭാഷപ്പെടുത്തണമെന്നതിനെ സംബന്ധിച്ച് വേദശാസ്ത്രികളുടെ മധ്യത്തിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സും മാർട്ടറയോ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്, പരിശുദ്ധാത്മാവെന്ന സാക്ഷ്യം പറയുന്നു എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് എങ്ങനെയാണ് പരിഭാഷപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. എങ്കിലും ഏറ്റവും സ്വീകാര്യമായ അതിൻ്റെ പരിഭാഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിനോട് നാം ദൈവമക്കളാണ് എന്ന് സാക്ഷ്യം പറയുന്നു എന്ന നിലയിലാണ്. അതാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന പരിഭാഷ എന്ന് പറയുന്നത്. അതാണ് ദ ഹോളി സ്പിരിറ്റ് ബെയർസ് വിറ്റ്നസ് ടു അവർ സ്പിരിറ്റ് ദാറ്റ് വി ആർ ഗോഡ്സ് ചിൽഡ്രൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിനോട് നാം ദൈവമക്കളാണ് എന്ന് സാക്ഷ്യം പറയുന്നു. ആ സാക്ഷ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഹൃദയത്തിലേക്ക് വന്ന നിമിഷം മുതൽ ഇനിയും നിത്യത മുഴുവൻ നിലനിൽക്കുന്നതായിരിക്കുന്ന സാക്ഷ്യമാണ്. പിന്നെ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു സാക്ഷ്യത്തിന് അത് അത്രയും ആവശ്യം നമുക്കില്ല. എന്നാൽ മരണപര്യന്തം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉറപ്പാണ് നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന സാക്ഷ്യം. നാം രക്ഷിക്കപ്പെടുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അനേക കാര്യങ്ങൾ സംഭവിക്കും. അതിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ദൈവമകനാണ്, ദൈവ പൈതലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന കാര്യം എൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉറപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. അത് യുക്തിസഹമായിട്ട് ബുദ്ധിതലത്തിൽ നമുക്ക് വിവരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് അനുഭവത്തിൻ്റെ തലത്തിൽ ആത്മനിഷ്ഠമായിട്ട് ആത്മാവിൻ്റെ തലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, നീ ഒരു ദൈവ പൈതലാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു ഉറപ്പ്, ആ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാം, എന്നെ കേൾക്കുന്ന എല്ലാ ആൾക്കാരോടും ചോദിക്കാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, കുഞ്ഞേ നീ യഥാർത്ഥത്തിലൊരു ദൈവ പൈതലാണ്, നീ രക്ഷിക്കപ്പെട്ടയാളാണ്, നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചൊരു ദൈവമകനായി തീർന്നു, നിനക്ക് പരിശുദ്ധാത്മാവുണ്ട് എന്ന കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കുന്ന ആളിന് അവൻ ദൈവ പൈതലാണ് എന്ന ഒരു ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ഉറപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് എല്ലാ വ്യക്തികൾക്കും ഒരേ നിലയിൽ അത് ലഭിക്കുന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. കാര്യം ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വ്യക്തിതലങ്ങളിൽ വ്യത്യസ്തമായ നിലകളിലാണ്. അത് നാമും കർത്താവുമായുള്ള ബന്ധത്തിൻ്റെ ഒരു നിസ്തുല്യമായ ഒരു പ്രത്യേകതയാണ് അത്. എന്നാൽ
രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ബോധ്യം അവൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ഈ ബോധ്യത്തെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിൻ്റെ ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന ഉറപ്പ് ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പാണ്. എന്നാൽ ദൈവവചനം തരുന്ന ഉറപ്പ് മാത്രമല്ല, ആ വചനം നൽകിയ ഉറപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കുഞ്ഞെ, നീ സത്യമായും ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരാളാണ്, നീ ഒരു ദൈവ പൈതലാണ്, നീ ദൈവത്തിൻ്റെ വകയാണ്. അങ്ങനെ ഒരു സാക്ഷ്യം നിങ്ങളുടെ ഹൃദയത്തിലില്ല എങ്കിൽ അതൊരു പ്രശ്നമാണ് കേട്ടോ, അതൊരു പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ, എന്തെങ്കിലും ദോഷം പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാറില്ല നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെയുള്ള ഒരു സാക്ഷ്യം ദൈവത്തിൻ്റെ മക്കളുടെ ഹൃദയത്തിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആളുകൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. രക്ഷിക്കപ്പെട്ടതിന് ഒരു പ്രധാന ഒരു പ്രത്യേകത ഞാൻ പറയാം. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ളതുപോലെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ പറയാം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതം പഴയതിൽ നിന്ന് വ്യത്യാസമാകും കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ മൂന്നാമത്തെ തെളിവായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ചും ദൈവ ഇഷ്ടത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ബോധം വരുത്തി നമ്മളെ വഴി നടത്തുന്ന ആത്മാവിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് ദോഷം ചെയ്യുന്നതിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളല്ല കേട്ടോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരുന്നുകൊണ്ട്, കുഞ്ഞെ, നീ ഒരു ദൈവ പൈതലാണ്, നിനക്കിത് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ചെയ്ത് കാണുമായിരിക്കും, അതിൻ്റേതായിരിക്കുന്ന കുറ്റബോധം, അത് ചെയ്തത് ശരിയായില്ല എന്ന ആ ഒരു ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനത് ദുഃഖമാണ്, അത് പ്രയാസമാണ്, അത് നമുക്ക് പ്രയാസമാണ്. ഒരാൾ പറഞ്ഞു, ഒരു പ്രസിദ്ധനായ പ്രസംഗൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപം ചെയ്ത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂല. രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന് പാപം ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. പാപികളായിരുന്ന കാലത്ത് പാപം സന്തോഷമായിരുന്നു കേട്ടോ. പാപം ചെയ്യാൻ പറ്റും, വലിയ അന്യായങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പറ്റും, അത് ഭയങ്കര രസമാണ്. രക്ഷിക്കപ്പെട്ട ആളുകൾക്കും ദോഷം ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെങ്കിൽ അത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപതിനെ സംബന്ധിച്ചൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ച് ദാവീദ് പറയുന്നൊരു പ്രസ്താവനയുണ്ട് കേട്ടോ. ദാവീദ് പറഞ്ഞു, എൻ്റെ അസ്ഥിയിലെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണം കൊണ്ടെന്ന പോലെ പറ്റിപ്പോയി. പാപം ചെയ്തു, ശരിയാണ്. പക്ഷേങ്കിൽ അത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ദാറ്റ് വാസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ, ഏറ്റവും വേദനാനിർഭരമായ, ഏറ്റവും നിരാശാജനകമായ അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് താൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പാപം ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയും അതിനെക്കുറിച്ചുള്ള കുറ്റബോധം വരുത്തുകയും അതിനെ അനുദപിക്കുവാനും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള പ്രത്യേകമായ കൃപ നൽകുകയും ചെയ്യും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, വിശ്വാസിയാണെന്ന ആ ചിന്തയെങ്കിൽ സംതിങ് ഈസ് റോങ്, എവിടെയോ പ്രശ്നമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാളല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യമുണ്ട് എന്നതാണ് രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. എന്താണ്? നാം ദൈവമക്കളാണ് എന്ന് സാക്ഷ്യം പറയുന്നു. ഏറ്റവും വ്യക്തമായ വസ്തുനിഷ്ഠമായിരിക്കുന്ന തെളിവ് ദൈവവചനം നൽകുന്ന വാഗ്ദാനമാണ്. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, രക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന ആ ഉറപ്പാണ് ഏറ്റവും വസ്തുനിഷ്ഠമായിരിക്കുന്ന ഉറപ്പ്. എന്നാൽ ആ വസ്തുനിഷ്ഠമായിരിക്കുന്ന ഉറപ്പ് മാത്രം പോരാ, ആത്മനിഷ്ഠമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട്
സംസാരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കാവുന്ന രീതിയിലെന്നല്ല, ഇടപെടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നു, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു എന്നത് നാം ദൈവമക്കളാണ് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വേറെ ഒരു തെളിവ് ആണ്. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രക്ഷിക്കപ്പെട്ടതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങളാണ്, രൂപാന്തരമാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല എങ്കിൽ നാം രക്ഷിക്കപ്പെട്ട ആളുകളല്ല. മനുഷ്യരുടെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾക്കും വ്യതിയാനങ്ങൾക്കും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. വളരെ പാപികളായി ജീവിച്ച മനുഷ്യരെ രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അവരുടെ ജീവിതത്തിൽ ഒരു വിപ്ലവകരമായ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഒരു സ്നേഹിതനെക്കുറിച്ച് എന്നെ അറിയാം. അദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ആ ദിവസം എന്ന് പറയുന്നത്, എല്ലാവരും ഡ്രഗ് അഡിക്റ്റ് ആയിരുന്ന ആളുകൾ രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ അഡിക്ഷൻ ഉടനെ തന്നെ മാറിപ്പോകുന്നല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ സംഭവിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു മഹാകാരുണ്യമാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം എനിക്ക് നല്ല ഓർമ്മയാണ്. എൻ്റെ കാരണം അന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന ഭയങ്കര പ്രശ്നം അവസാനിച്ച ദിവസമാണ് എന്നദ്ദേഹം പറഞ്ഞു. എന്നാൽ ചില ആളുകൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഈ അഡിക്ഷൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വർഷങ്ങളോളം കഴിയുന്ന ആളുകളുണ്ട് കേട്ടോ. എന്നാൽ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്ന ഒരാൾ അതേ നിലയിൽ തന്നെ യാതൊരു വ്യത്യാസവും കൂടാതെ പിന്നെയും അങ്ങനെ തന്നെ തുടരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യും. നടക്കില്ല കേട്ടോ. പണ്ട് കാലത്ത് ഡ്രഗ് എടുത്തതുപോലെ പിന്നീട് എടുക്കാൻ പറ്റില്ല. അതിൽ വ്യത്യാസം വന്നു, അതിനോടുള്ള താല്പര്യത്തിൽ വ്യത്യാസം വന്നു. അത് രക്ഷപ്പെടണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹമായി. എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. മദ്യം കഴിച്ച് മദ്യത്തിന് അടിമയായിരുന്ന ആൾ രക്ഷിക്കപ്പെടുമ്പോൾ ചില ആളുകൾക്ക് അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് വിടുതൽ കിട്ടുമോ, ചില ആളുകൾക്ക്. എന്നാൽ ചില ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിയേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം പറയാം, ഇതിന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹവും അതിനുള്ള തീരുമാനവും അതിനോട് ചേർത്ത് ദൈവത്തിൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് നൽകുന്ന കഴിവും ആ പഴയ രീതിയിൽ നിന്ന് തന്നെ വ്യത്യസ്തനാക്കുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന വളരെ പാപിയായി ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണല്ലോ അമേസിംഗ് ഗ്രേസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗാനം എഴുതിയ ആളാണ് ജോൺ ന്യൂട്ടൺ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലൊന്നും എത്തിയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ പോലും ഞാൻ എത്തിയിട്ടില്ല. എന്നെക്കുറിച്ച് മറ്റു ആളുകൾ പ്രതീക്ഷിക്കുന്ന നിലയിലും ഞാൻ എത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പണ്ട് ആയിരുന്നതിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്ന കാര്യം 100% വ്യക്തമാണെന്ന് പറഞ്ഞു. ഐ ആം നോട്ട് വെർ ഐ ഷുഡ് ബി. I am not where other people expect me to be. But I know one thing, I am not the way I used to be. ഞാൻ ആയിരുന്ന നിലയിലല്ല ഇപ്പോൾ എന്നെനിക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളല്ല. രക്ഷ നിങ്ങളെ സംബന്ധിച്ച് ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ യാഥാർത്ഥ്യമായിരിക്കുന്ന രക്ഷയല്ല. രക്ഷ മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാടിയാണ്. മനുഷ്യ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്ന, മനുഷ്യ ബന്ധനങ്ങളെ അതിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കുന്ന, ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാടിയാണ്. എല്ലാവരിലും തുല്യമായ നിലയിൽ ഒരുപോലെ സംഭവിക്കുമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. നമുക്കറിയാവുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുന്നു. ഞാൻ പഴയ രീതിയിൽ, പഴയ ആ ഒരു രീതിയിലല്ല ജീവിക്കുന്നത്. ഞാൻ വ്യത്യാസമാണ്. ചിലപ്പോൾ മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടും വണ്ണമുള്ള വ്യത്യാസം വന്നിട്ടില്ല എന്നൊക്കെ അവർക്ക് തോന്നുമായിരിക്കും കേട്ടോ. ചിലർക്ക് അങ്ങനെ തോന്നും. അങ്ങനെ തോന്നുന്നത് പിന്നെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. സഹോദര, അത്രയൊന്നും വ്യത്യാസപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് അതിനെക്കുറിച്ച് വിരോധമില്ല. സങ്കടമുണ്ട്, വിരോധമില്ല. കാര്യം വ്യത്യാസപ്പെടുന്നത് ആവശ്യമായിരിക്കുന്ന കാര്യമാണല്ലോ. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എനിക്കറിയാം, ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഐ എം നോട്ട് ദ വേ ഐ യൂസ്ഡ് ടു ബി. ഞാൻ ആയിരുന്ന നിലയിലല്ല ദൈവം എന്നെ വ്യത്യാസപ്പെടുത്തി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, ക്യാമ്പസ് ക്രൂസൈഡുകാരുടെ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള സാക്ഷ്യം.
എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള സാക്ഷ്യം പറയുമ്പോൾ അവർ രക്ഷിക്കപ്പെടുന്ന മുൻപുള്ള ജീവിതം, എങ്ങനെയാണ് സുവിശേഷം കേട്ടത്, എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയത്, പരിചയപ്പെട്ടത് എന്നുള്ള കാര്യം, അതിനുശേഷം നമ്മളുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയ വ്യത്യാസം, ഈ 3 കാര്യം പറയണമെന്ന് പറയും. ബിഫോർ ക്രൈസ്റ്റ്, ഹൗ ഐ മെറ്റ് ക്രൈസ്റ്റ്, ആൻഡ് ആഫ്റ്റർ ഐ മെറ്റ് ക്രൈസ്റ്റ്, വാട്ട് ചേഞ്ചസ് ഗോഡ് ഹസ് മെയ്ഡ് ഇൻ മൈ ലൈഫ്. ഞാൻ ഭയങ്കര കോപിഷ്ഠനായിരുന്ന മനുഷ്യനായിരുന്നു. ഇപ്പോഴും കോപമൊക്കെ ഉണ്ടെങ്കിലും പഴയ രീതിയിലുള്ള കോപമില്ല കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ജീവിതത്തിൽ അത് കുറ്റമാണ് എന്നുള്ള ബോധ്യം തരികയും അതിന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം തരികയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് വ്യത്യാസപ്പെടുവാൻ എന്നെ സഹായിക്കുകയും ചെയ്തു എന്ന് പറയാൻ അത് ഒരാളിൻ്റെ സാക്ഷ്യമായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്താഗതിയിൽ, താല്പര്യങ്ങളിൽ, ആഗ്രഹങ്ങളിൽ, പാപത്തോടുള്ള ആ സ്നേഹത്തിൽ, ഇതൊക്കെ അങ്ങനെ മുഴുകിക്കിടന്നതായിരിക്കുന്ന മനുഷ്യർ, അതിന് സ്വാധീനവും പ്രലോഭനവും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേങ്കിൽ വി ഡോണ്ട് ലുക്ക് അറ്റ് ദ സെയിം വേ ആസ് വി യൂസ് ടു. നാം പഴയ കാലങ്ങളിൽ ചെയ്തതുപോലെയുള്ള ആ ഒരു ജീവിത ശൈലി നമുക്ക് തുടരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ചിലർ പറയുന്നത് രക്ഷിക്കപ്പെട്ടതാണ്, അവൻ്റെ രക്ഷ പോയല്ലോ എന്ന് പറയും. എനിക്കവരോട് പറയാനുള്ളത്, രക്ഷ കിട്ടിയിട്ട് വേണ്ടേ പോകാൻ. ഇതിയാന് രക്ഷ കിട്ടിയിട്ടില്ലെന്നേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സുവിശേഷം സത്യസന്ധമായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ടില്ല. രക്ഷിക്കപ്പെടാന്നൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ട് കേട്ടോ, കൈപൊക്കിയെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുത്തുന്ന വ്യത്യാസം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് അറിയുന്നത് എന്ന് പറഞ്ഞു. ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് അറിയുന്നത്. രക്ഷിക്കപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ രക്ഷയ്ക്ക് ചേരുന്ന പ്രവൃത്തികൾ, രക്ഷയ്ക്ക് ചേരുന്ന ഫലം അവരുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുക എന്നുള്ളത് രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തെളിവ്. അതിനനുസൃതമായ ഒരു വ്യതിയാനം പൂർണ്ണതയിലൊന്നുമല്ല കേട്ടോ, പൂർണ്ണതയിലൊന്നുമല്ല. രക്ഷിക്കപ്പെട്ട ചില ആളുകളോട് സുവിശേഷം പറഞ്ഞ അവരുടെ ജീവിതത്തിലെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ നിരാശയിലൊക്കെ ജീവിച്ച ആളുകളുടെ ജീവിതത്തിൽ വന്ന സന്തോഷം, അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തതായിരിക്കുന്ന സമാധാനം, അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ വ്യതിയാനം, അത് കാഴ്ചക്കാർക്ക് തന്നെ മനസ്സിലാക്കാൻ നിലയിലുള്ളതായിരിക്കുന്ന വ്യതിയാനമാണ് ദൈവം വരുത്തത്. ആത്മാവിൻ്റെ ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം, അല്ലേ, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം, ഇതൊന്നും അതിൻ്റെ പൂർണ്ണ നിലയിലല്ല. എന്നാൽ അതിൻ്റെ ഒരു അളവിൽ, ഒരു ചെറിയ അളവിലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങനെ സാക്ഷ്യം പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചില ആളുകളെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടത് അറിയാം. നിരാശയിൽ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ജീവിതത്തിൽ ആകെ വഴിമുട്ടി നിന്ന അവസരത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ സംഗതിയായി ദൈവം തൻ്റെ രക്ഷ കൃപയാലെ അവർക്ക് നൽകി. അത് അവരുടെ ജീവിതത്തെ സമൂലമായിട്ട് വ്യത്യാസപ്പെടുത്തി കേട്ടോ. സമൂലം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണ്ണമായി എന്നുള്ള അർത്ഥത്തിലല്ല, എങ്കിലും ജീവിതത്തിൽ അത് ഒരു വലിയ വ്യതിയാനമായിട്ട് വന്നു. ദൈവത്തെ അനുസരിക്കണമെന്ന്, ദൈവത്തെ സ്നേഹിക്കണമെന്ന്, ദൈവത്തിൻ്റെ വചനം വായിക്കണമെന്ന്, മനുഷ്യരോട് രമ്യമായി ജീവിക്കണമെന്ന്, ഭാര്യാഭർത്തൃ ബന്ധം ദൈവികത പ്രകാരം ക്രമപ്പെടുത്തണമെന്ന് ഒക്കെ ഉള്ളതായിരിക്കുന്ന ചിന്തകൾ വന്നു. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ കുറഞ്ഞു എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആഗ്രഹമാണ്. അതിനുവേണ്ടി ആഗ്രഹിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുത്തുന്ന വ്യത്യാസം, രക്ഷയുടെ ഫലമായി, ആത്മാവിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസം, അത് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണ്. അത് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പ്രധാന തെളിവാണ്. അപ്പോൾ ഇത് മാത്രം വലിയ തെളിവാട് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ജീവിതത്തിൽ വന്നതായിരിക്കുന്ന വ്യത്യാസം. ചില മനുഷ്യർ രക്ഷിക്കപ്പെടാതെ തന്നെയൊക്കെ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാനൊക്കെയല്ല. ഞാനും നന്നായിട്ട് ജീവിക്കുന്നയാളെ, ഞാൻ ഭാര്യയെ തല്ലുന്നില്ല. ഭാര്യയെ തല്ലാത്ത എത്രയോ മനുഷ്യരുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭാര്യയെ തല്ലാത്ത എല്ലാവരും എന്താ രക്ഷിക്കപ്പെട്ടേ? അങ്ങനെ പറയാനൊക്കത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ ഭാര്യയെ തല്ലുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് നമ്മൾ നിശ്ചയമായിട്ടും
അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് രക്ഷിക്കപ്പെട്ടതിന് അനുസൃതമായ രീതിയിലുള്ള ജീവിതത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകണം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന പലരെയും കുറിച്ച് അവർ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന സംശയം എനിക്കുണ്ട്. ലോക്കൽ ചർച്ചുകളിലുള്ള ആളുകളെക്കുറിച്ച് ഞാൻ പറയുന്നത്, പല ആളുകൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ഗൗരവമായ സംശയം എനിക്കുണ്ട്. കാരണം അതിന് ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇടപെടുവാൻ കഴിയുമോ? അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ആൾക്കാരാണോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ സത്യസന്ധമായി രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് നിങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കണം. രക്ഷിക്കപ്പെട്ടതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു വ്യത്യാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ലെന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഖാന്തരം എന്നുള്ളത് നിങ്ങൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. വഴക്കുണ്ടാക്കുന്ന ഒരുപാട് മനുഷ്യർ, എല്ലാവരും രക്ഷിക്കപ്പെട്ടാലെന്നൊന്നും ഞാൻ പറയുകയില്ല, ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ഒരുപാട് സ്നേഹിതന്മാർ, വിശ്വാസികൾ, അവർ രക്ഷിക്കപ്പെട്ട ആൾക്കാരല്ല. രക്ഷിക്കപ്പെട്ടെന്ന് ചിന്തിക്കുന്നതേ ഉള്ളൂ. അവർ രക്ഷിക്കപ്പെട്ടവരല്ല. അതാണ് അവരുടെ പ്രശ്നം. നിങ്ങൾ സുവിശേഷം വിശ്വസിക്കണം, രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം കരുത്തും കഴിവും നൽകും. അപ്പം അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് രക്ഷയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള ജീവിതമാണ്. രക്ഷയ്ക്ക് അനുസൃതമായ ജീവിതത്തിലുള്ള വ്യതിയാനമാണ്. രക്ഷയ്ക്ക് അനുസൃതമായുള്ള പ്രവൃത്തികളാണ്. എഫെസ്യർ 2-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 9-10 വാക്യങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ആളുകൾ സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവത്തിൻ്റെ കൈപ്പണിയാകുന്നു. അത് ചെയ്തു പോരേണ്ടതിനായിട്ട് ദൈവം മുൻനിർണയിച്ച, ദൈവം ഒരുക്കിയ കാര്യങ്ങളാണ്. രക്ഷിക്കപ്പെട്ടിട്ട് സൽപ്രവൃത്തിയുമില്ല, ജീവിതത്തിൽ വ്യത്യാസവുമില്ല, രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുകയാണ്. അപ്പോൾ അത് സ്വീകാര്യമായ ഒരു കാര്യമല്ല. എന്നാൽ പിന്നെ പറയുന്നത് ഫ്രൂട്ട് എക്സാമിനേഷൻ എന്ന് പറയുന്നതൊന്നും എല്ലായ്പ്പോഴും അത് എളുപ്പമല്ല. എൻ്റെ തൃപ്തി അനുസരിച്ച് ആളിന് ഫ്രൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിശ്വാസിയല്ല. എനിക്ക് പറയാൻ പറ്റുമായിരിക്കും, എൻ്റെ പറച്ചിലിന് വലിയ കാര്യമില്ലല്ലോ. യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണല്ലോ വിഷയം. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ സത്യസന്ധമായി സുവിശേഷം വിശ്വസിച്ച ആളാണോ? ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന വാഗ്ദാനം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുണ്ടോ? നിങ്ങൾ ദൈവ പൈതലാണ് എന്നുള്ളതായ സാക്ഷ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട് വ്യത്യാസപ്പെടുത്തു എന്ന് പറയാനായിട്ട് സാധിക്കുമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അവന് വ്യതിയാനം വരുന്നു, അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു, അവൻ്റെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുന്നു എന്നുള്ളത് ദൈവവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമോ? നിശ്ചയമായിട്ടും അറിയാം, നിശ്ചയമായിട്ടും അറിയാം. 100% വ്യക്തതയോടുകൂടെ നമ്മൾക്കതറിയാനായിട്ട് സാധിക്കും. കാരണം ദൈവവചനത്തിൻ്റെ വ്യക്തമായ വാഗ്ദാനം രക്ഷിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് നമുക്കുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നാം വിശ്വാസികളാണ്, ദൈവമക്കളാണ് എന്ന് നമ്മളുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു. ആത്മാവിന് ആ ബോധ്യം നൽകുന്നു എന്നതായിരിക്കുന്ന കാര്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നു. നിരന്തരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് രൂപാന്തരം വരുത്തുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അത് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വേറൊരു തെളിവാണ്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയണം, അറിയാൻ സാധിക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ നിശ്ചയമായിട്ടും അതിൽ ഉറപ്പ് പ്രാപിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാളാണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സാധ്യമായ കാര്യമാണ് എന്ന് മാത്രമല്ല, അത് നമുക്ക് ആവശ്യമായ കാര്യവുമാണ്. എത്രയോ അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ് ഞാനൊരു ദൈവ പൈതലാണ് എന്നുള്ള എൻ്റെ ഉറപ്പ്, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പ്, ഞാൻ സ്വർഗത്തിന് അവകാശിയാണ് എന്ന ഉറപ്പ്. അതെത്രയോ അത്ഭുതകരമായ ഉറപ്പാണ്. സ്വർഗത്തിലെ ദൈവം സത്യസന്ധമായി ആ ഉറപ്പ് നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.